നമസ്കാരം, ഞാൻ ആസ്ട്രോളജർ ആർ നിജു. ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ 2025 ഫലം എന്താണെന്നൊന്ന് നോക്കാം. 2025 മാർച്ച് 29 വരെ ശനി 8-ലും മെയ് 14 വ്യാഴം 11-ലുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനിയും അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെയും സഞ്ചാരം. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഈശ്വരാധീനക്കുറവ് കാണിക്കാനുള്ള സാധ്യതയും അഷ്ടമഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ കഷ്ടതകളും നഷ്ടങ്ങളും വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുരിതഫലങ്ങളാൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെക്കാനും തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ഫലത്തിലോട്ട് എത്താൻ സാധിക്കാത്ത അവസ്ഥകളും ഉണ്ടാവുന്ന ഒരു സമയമാണ്. എന്നാൽ വ്യാഴം 11 നിൽക്കുന്നത് കൊണ്ട് ഏത് കാര്യത്തിലും നമ്മൾ ആ കാര്യത്തിലോട്ട് എത്താനായിട്ട് ശനിയുടെ ഒരു തടസ്സമുണ്ടെങ്കിൽ പോലും വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ നമ്മൾ കുറച്ച് അരിഷ്ടതകൾ അനുഭവിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനും സാധിക്കും. എന്നാൽ മാർച്ച് 29 മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി 9-ലേക്ക് മാറുകയും മെയ് 14 11-ൽ നിൽക്കുന്ന വ്യാഴം 12-ലേക്ക് മാറുകയും ചെയ്യുന്നത് കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിട്ടുള്ള ഒരു ഫലമായിരിക്കും. അതായത് അഷ്ടമത്തിൽ നിന്ന് ശനി 9-ലേക്ക് മാറുമ്പോൾ ഇതുവരെ ശനിയുടെ ഒരു ദോഷാവസ്ഥ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് 9-ാം ഭാവാധിപത്യം വളരെയധികം ഗുണമുള്ള ഒരു രാശിയിലേക്കാണ് അവർക്ക് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് തൊഴിൽ മേഖലയിലും സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലും അവർക്ക് വളരെയധികം ഗുണമാണ് ഈ സമയം ഉണ്ടാകുന്നത്. 11-ൽ നിൽക്കുന്ന വ്യാഴം 12-ലേക്ക് മാറുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പരാജയാവസ്ഥ കൂടുകയും അതേപോലെ തന്നെ ഇറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥാസ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്യും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാസമയം നമുക്ക് നടത്താൻ പറ്റാത്തൊരു അവസ്ഥാസ്ഥിതി വിശേഷം നമുക്ക് 12-ലേക്ക് വ്യാഴം മാറുമ്പോൾ അതൊരു അരിഷ്ടതാഭാവത്തിലേക്ക് എത്തുന്ന രാശിയും കൂടിയാണ് 12-ാം ഭാവം. അപ്പോൾ ആ അരിഷ്ടത നമ്മൾ അനുഭവിക്കേണ്ടതായ ഒരു അവസ്ഥയും അവിടെ ഉണ്ടാകും. എന്നാൽ ശനിയുടെ ഫലം നമുക്ക് അനുകൂലമായതുകൊണ്ടും സാമ്പത്തിക മേഖലകളിൽ അത്യാവശ്യം നമുക്ക് ഒരു ഗുണമുണ്ടാക്കി തരാൻ സാധിക്കുന്നതുമാണ്. പൂയം നക്ഷത്രക്കാർ ഈ 2025 ശനീശ്വര ഭഗവാനായിരിക്കുന്ന അയ്യപ്പ ഭഗവാനെയും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തതുല്യമായിട്ടുള്ള വഴിപാടുകൾ നടത്തിപ്പോന്നാൽ ഈ സമയത്തിൽ അവർക്ക് ദോഷഫലങ്ങളെ കുറച്ച് അതിൻ്റെ ഗുണഫലങ്ങളെ കൂട്ടാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ തന്നെയും അയ്യപ്പ ക്ഷേത്രത്തിലെ നീരാഞ്ജനമായിട്ടുള്ള വഴിപാടുകളോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കദളിപ്പഴം തൃക്കൈയിൽ വെണ്ണ എന്നീ വഴിപാടുകൾ ഓരോ പിറന്നാൾ തോറും നടത്തിപ്പോന്നാൽ നല്ലതായിരിക്കും.